പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ പ്യാരി പ്യാരി ഗുഡിയ എന്ന പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സർഗർമി പഹല സർഗർമി യേ ഹെ देखिए रूही की अलमारी में तरह तरह की चीज़ें हैं उनके नाम लिखिए. നമുക്കറിയാം ये क्या है, ഇത് അലമാരയാണ് അല്ലേ? റൂഹി की अलमारिയാണ്. റൂഹി की अलमारी में कई चीज़ें हैं. എന്തൊക്കെയുണ്ട്? देखिए, റൂഹിയുടെ അലമാരയിൽ തൊപ്പിയുണ്ട്, പുസ്തകമുണ്ട്, പേനയുണ്ട്, ഗുഡിയ പാവയുണ്ട്, ബസ്ത ഹെ, ഗേന്ത് അല്ലേ, ബാഗുണ്ട്, പന്തുണ്ട്. ഇവയെല്ലാം ചീസാണ്. ചീസേ ഹെ വസ്തുക്കളാണ്. ഇവയുടെ പേര് ഉൻകെ നാം, ഇവയുടെ പേര് ഇവിടെ എഴുതാനുള്ള പ്രവർത്തനമാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ വസ്തുക്കളുടെ പേര് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഒന്നാമതെന്താ? ടോപ്പിയാണ് അല്ലേ? ടോപ്പിയാണ്. അപ്പോൾ ടോപ്പി എഴുതി. ഇനി തൊട്ടടുത്തതോ എല്ലാവർക്കും അറിയാം, യേ ക്യാ ഹേ, കിതാബ് ആണ് അല്ലേ? കിതാബ് എന്ന് എഴുതാം. ഇനിയോ കലം അല്ലേ? കിതാബിന് തൊട്ടടുത്തുള്ള കലമുണ്ട്, കലംദാൻ ഉണ്ട് അല്ലേ? കലം അല്ലെങ്കിൽ കലംദാൻ. കലംദാൻ എന്ന് പറഞ്ഞാൽ പേന വെക്കുന്ന പാത്രത്തിന് പറയുന്ന പേരാണ് കലംദാൻ. ഇനിയോ താഴെയുള്ളത് നോക്കൂ. എന്താ? അത് നമ്മൾ പഠിച്ചതാണ്, പാഠത്തിലും ഉണ്ട്. എന്താണ്? ഗുഡിയ. ഓക്കെ, ഗുഡിയ കഴിഞ്ഞതിന് ശേഷം വരുന്നത് ക്യാ ഹേ? ബസ്ത, ബാഗ്. ബസ്ത ബാഗ്. और लास्ट जी हाँ गेंद. ഓക്കെ, ഗേന്ത് ബോൾ അല്ലേ? അപ്പോൾ നമ്മൾ ടോപ്പി, കിതാബ്, കലംദാൻ, ഗുഡിയ, ബസ്ത, ഗേന്ത് ഇത്രയും പദങ്ങൾ അലമാരയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? അലമാരയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എഴുതി? ടോപ്പി, കിതാബ്, കലംദാൻ, ഗുഡിയ, ബസ്ത, ഗേന്ത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉൻ അൽഫാസ് കി മദദ് സെ ജുംലെ ബത്തായിയെ എന്നതാണ് അടുത്ത പ്രവർത്തനം. ഈ പദങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്തുണ്ട് ചെയ്യണം? ജുംല തയ്യാറാക്കണം, സെൻറ്റൻസ് തയ്യാറാക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസ് ഇവിടെ ഉണ്ട്. എന്താ വായിക്കുക? അൽമാരി മേ ഗേന്ത് ഹെ. എന്താണ്? അൽമാരി മേ ഗേന്ത് ഹെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അൽമാരി മേ അലമാരയിൽ, ഗേന്തുണ്ട്, ബോളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അൽമാരയിൽ പാവയുണ്ട്, അൽമാരയിൽ തൊപ്പിയുണ്ട്. അപ്പോൾ എല്ലാ സെൻറ്റൻസിൻ്റെയും ആദ്യത്തിൽ നമുക്ക് എന്ത് എഴുതാം? അൽമാരി മേ എന്ന് എഴുതാം. എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ നമുക്ക് അൽമാരി മേ എന്ന് എഴുതാം. ഇങ്ങനെയല്ല, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ അൽമാരി മേ എന്നാണ്. എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ എന്തായിരിക്കും? അവസാനത്തിൽ ഹേ എന്നാണ് എഴുതുക. എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ ഹേ എന്ന് എഴുതും. അപ്പോൾ അൽമാരിമേം എന്ന് തുടക്കത്തിലും അവസാനത്തിൽ ഹേ എന്നും എഴുതുക. അപ്പോൾ ഇനി നടുവിലെ ഭാഗമാണ്. അൽമാരിമേം എന്നതിൻ്റെയും ഹേ എന്നതിൻ്റെയും നടുവിലുള്ള ഭാഗത്താണ് നേരത്തെ നമ്മൾ എഴുതി വച്ചിട്ടുള്ളത് എഴുതി തീർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് എന്തുണ്ട്? ഗേന്ത് എന്നുള്ളത് ഇവിടെ ഉണ്ട്. നോക്കിയേ, ഗേന്ത് എന്നുണ്ട്. ഈ ഗേന്ത് വരുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? നാം നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ടോപ്പി, കലം, കിതാബ് അങ്ങനെയുള്ള പദങ്ങൾ എഴുതേണ്ടത്. ഇതിൽ നിന്ന് ഓരോന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനുള്ള ആ ഭാഗത്ത് എഴുതി ചേർത്താൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ശരിയാവും, പൂർണ്ണമാവും അല്ലേ? ഉദാഹരണത്തിന് അൽമാരി മേ ടോപ്പി ഹേ, അൽമാരി മേ കിതാബ് ഹേ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ള പദങ്ങൾ ചേർത്തുകൊണ്ട് ഈ സെൻറ്റൻസ് പൂർണ്ണമാക്കണം. ഓക്കെ, ഈ സെൻറ്റൻസ് പൂർണ്ണമാക്കിയാൽ ഈ പ്രവർത്തനം ഓക്കെ ആയി, ശരിയായി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് തൊട്ടടുത്തുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം. എല്ലാവരും നോക്കൂ.
തസ്വീർ കി മദദ് സെ ജുംലെ ബനായിയെ എന്നുള്ളതാണ്. എന്താണ് തസ്വീർ എന്നത്? എന്താ തസ്വീർ എന്ന് പറഞ്ഞാൽ ജുംലയാണ് ഉണ്ടാക്കേണ്ടത്, സെൻറ്റൻസാണ് ഉണ്ടാക്കേണ്ടത്. തസ്വീറിൻ്റെ സഹായത്തോടെ ഇത് തസ്വീറാണ്, ഇത് തസ്വീറാണ്, ഇത് തസ്വീറാണ്. അപ്പോൾ തസ്വീർ എന്താണെന്ന് മനസ്സിലായല്ലോ. തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി സെൻറ്റൻസ് പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. എ ഡാഷ് ഹേ, ഡാഷ് ഉള്ള സ്ഥലത്ത്, ഡാഷ് വരുന്ന സ്ഥലത്ത് ഈ ചിത്രത്തിൽ എന്താണെങ്കിൽ അതവിടെ എഴുതിയാൽ മതി. എ എന്താണ്? ആമാണ് അല്ലേ, മാങ്ങയാണ്. അപ്പോൾ എ ആം എന്നുള്ള ഈ പദം, ഓക്കെ, ഈ പദം എന്ത് ചെയ്യുക? ഈ പദം ആ ഡാഷുള്ള ഭാഗത്ത് എഴുതി ചേർക്കുക. അപ്പോൾ നമുക്ക് എ ആം ഹേ എന്നെഴുതാം അല്ലേ. ഇനി രണ്ടാമത്തതോ എന്താണ്? വാതിലാണ് അല്ലേ. വാതിലിന് ദർവാസ എന്താ പറയുക? ദർവാസ, ദർവാസ എന്നാണ് വാതിലിന് പറയുക. അപ്പോൾ ഏ ഗർക്ക ദർവാസ ഹേ. ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ ഒരു പാത്രമാണ് അല്ലേ, ബർത്തനാണ്. അപ്പോൾ ബർത്തൻ മേ പാനി ഹേ, ബർത്തൻ മേ പാനി ഹേ. ഇതുപോലെ ഓർഡറിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നേരിട്ട് ഇവിടെ ഉള്ളത് എന്താണെങ്കിൽ അതവിടെ എഴുതി കൊടുത്താൽ മതി. ആങ്കൺ മേ മുറ്റത്ത് ഡാഷ് ഹേ, മുറ്റത്ത് ഇതിൽ എന്താ ഉള്ളത്? കോഴിയാണുള്ളത്. അപ്പോൾ അതിങ്ങനെ അവിടെ എഴുതുക. അടുത്തത് ഇങ്ങനെ എഴുതുക, തൊട്ടടുത്തുള്ള ഇങ്ങനെ എഴുതുക. ഇത് ഞാൻ എളുപ്പത്തിന് ഇപ്പോൾ സമയം കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും വരച്ച് വെക്കരുത്, നിർബന്ധമായിട്ട് എഴുതണം. മുറുകയിൽ നിന്നുള്ളതും മേജ് എന്നുള്ളതും ടോപ്പിൽ നിന്നുള്ളതും എന്ത് ചെയ്യണം? ആ ഡാഷ് വരുന്ന സ്ഥലത്ത് എഴുതണം. അടുത്ത പ്രവർത്തനം, റൂഹിനെ അപ്പിനി ഗുഡിയാക്കെ ബാരേമേ ബഹുത്ത് അച്ഛാ കഹാ ഹെ. റൂഹി തൻ്റെ ഗുഡിയെക്കുറിച്ച് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പാഠത്തിൽ അല്ലേ. അപ്പോൾ ഗുഡിയെക്കുറിച്ചാണ് റൂഹി പറഞ്ഞത്. ഇനിയോ ആപ്പ് അപ്പിനി ബില്ലിക്കെ ബാരേമേ ചന്ത് ജുംലെ ലിഖിയെ. ബില്ലിയെക്കുറിച്ച് അതുപോലെ കുറച്ച് സെൻറ്റൻസ് എഴുതണം. റൂഹി പറഞ്ഞത് ഗുഡിയെക്കുറിച്ചാണ്. നമ്മൾ എഴുതേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ബില്ലിയെക്കുറിച്ചാണ്. ഏ മേരി ബില്ലി ഹേ, വാഹ് യേ കിത്നി ഖൂബ്സൂറത്ത് ഹേ. അങ്ങനെയല്ലായിരുന്നോ റൂഹി പറഞ്ഞത്? അപ്പോൾ നമുക്ക് പൂച്ചയെക്കുറിച്ച് ഇതുപോലെ തന്നെ എഴുതാം. വാഹ് യേ കിത്നി ഖൂബ്സൂറത്ത് ഹേ, യേ മേരി പ്യാരി പ്യാരി ഗുഡിയ എന്നാണ് റൂഹി പറഞ്ഞത്. നമ്മൾ പറയുന്നത് ബില്ലി എന്നാണ് അല്ലേ. യേ മേരി പ്യാരി പ്യാരി ബില്ലി ഹേ, ഇതെൻ്റെ പ്രിയപ്പെട്ട പൂച്ചയാണ്. ഇനിയോ യേ ബില്ലി അബ്ബാജാൻ ബാസാർ സെ ലായേ ഹേ അല്ലേ. യേ ബില്ലി അബ്ബാജാൻ ലായേ ഹേ, അല്ലെങ്കിൽ അബ്ബാജാൻ ഉസ്കോ ബാസാർ സെ ലായേ ഹേ. ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ റൂഹി ഗുഡിയെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ നമുക്ക് ബില്ലിയെക്കുറിച്ചും അതുപോലെ മറ്റെന്താണെങ്കിലും അല്ലേ, ബില്ലി കിതാബായാലും അങ്ങനെ ഏതിനെക്കുറിച്ച് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ പാഠഭാഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.